ശ്രീമദ് ഭാഗവതം ക്ലാസ് 87. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 4 അധ്യായം 26 പുരഞ്ജനന്റെ നായാട്ടും പുരഞ്ജനിയുടെ കോപവുമാണ്. നമ്മൾ പുരഞ്ജനൻ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അത് നമ്മിലെ ജീവാത്മാവാണ്. ആ ജീവാത്മാവ് ജനന സമയത്ത് ഒരു പുതിയ ശരീരം സ്വീകരിക്കുന്നു. അപ്പം പുരുഷനും പ്രകൃതി എന്ന തത്വപ്രകാരം പുരുഷൻ ജീവാത്മാവാണെങ്കിൽ ആ ശരീരമാണ് പത്നി. അപ്പം നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് ശരീരത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവാത്മാവ് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് തിന്നണമെന്ന് തോന്നുമ്പോൾ ശരീരം ഭക്ഷണം കഴിക്കും. അപ്പം ജീവാത്മാവ് അതവിടെ നിന്നിരുന്ന് അതും ഭക്ഷണം കഴിക്കും, അതായത് അതും ആസ്വദിക്കും. ശരീരമാണ് ഭക്ഷണം കഴിക്കുന്നത്, ആസ്വദിക്കുന്നത് ശരീരം തന്നെയാണെങ്കിലും ജീവാത്മാവും അതിൻ്റെ കൂട്ടത്തിൽ ആസ്വദിക്കും. അപ്പം ശരീരം കള്ളു കുടിക്കുമ്പോൾ ജീവാത്മാവും കള്ളു കുടിക്കും, ശരീരം കിടക്കുമ്പം ജീവാത്മാവും കിടക്കും, ശരീരം സന്തോഷിക്കുമ്പോൾ ജീവാത്മാവ് സന്തോഷിക്കും. അങ്ങനെ ആ സ്ത്രീയുടെ ശരീരമാകുന്ന സ്ത്രീയുടെ അടിമയായിക്കൊണ്ട് ഈ ജീവാത്മാവ് കഴിഞ്ഞുകൂടുകയാണ്. എപ്പോൾ? നമ്മൾ സുബോധമുള്ള അവസ്ഥയിൽ. നമുക്ക് 3 അവസ്ഥയുണ്ട്. ഒന്ന് നല്ല ഗാഠനിദ്ര, മറ്റൊന്ന് സ്വപ്നം കാണുന്ന അവസ്ഥ. സ്വപ്നം കാണുന്നതെന്ന് വെച്ചാൽ ഒരു പകുതി ഉറക്കത്തിലാണ് സ്വപ്നം കാണുന്നത്. എല്ലാവരും ഒരു സ്വപ്നം കാണുന്നുണ്ട്, ദിവാസ്വപ്നം കാണുന്നത്. ശരീരം വെറുതെ കിടക്കുമ്പോൾ നമ്മളെ മനസ്സ് എവിടെയെല്ലാമോ കറങ്ങി അടിച്ച് നടക്കും. പല ലോകങ്ങളിൽ പോകുക, അത് എത്താത്ത സ്ഥലമൊന്നുണ്ടാകും. അമേരിക്കയിലോ എവിടെയോ ചന്ദ്രനിലോ എല്ലാം പോകും മനസ്സ്, ഭാവനാലോകത്തിൽ. അപ്പം ശരീരം വെറുതെ റെസ്റ്റ് എടുക്കുകയായിരിക്കും. അപ്പം സ്വപ്നത്തിലും കാണുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സമയം കളയുന്നതിൽ ഒന്ന് ജാഗ്രതാവസ്ഥയിലാണ്. അതിനെപ്പറ്റിയാണ് കഴിഞ്ഞതിൽ പറഞ്ഞത്. അതിൽ ശരീരം കുടിക്കുമ്പോൾ അതും കുടിച്ചുകൊണ്ടിരിക്കും, ശരീരം എന്താ ചെയ്യുന്നത് നടക്കുമ്പോൾ അതും നടക്കും, ശരീരം ഇരിക്കുമ്പോൾ ആ ജീവാത്മാവ് ഇരിക്കും. കാരണം ശരീരത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് ജീവാത്മാവ് അങ്ങനെ നമ്മൾ ജാഗ്രതാവസ്ഥയിൽ അനുഭവിച്ചു പോവുകയാണ്. ഇനി ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, സ്വപ്നാവസ്ഥയിൽ അല്ലെങ്കിൽ ദിവാസ്വപ്നം കാണുന്ന അവസ്ഥയിൽ ഒന്നുമില്ലാതെ ചുമ്മാ കിടന്നിട്ട് ശരീരം എല്ലാം വെറുതെ നിശ്ചലമാക്കിയിട്ട് ഭാവനാലോകത്തിന് നമ്മൾ എവിടെയെല്ലാം എത്തും. ഉദാഹരണമായിട്ട് നമ്മളെ ശരീരത്തിന് വലിയ കഴിവൊന്നും ഉണ്ടാവില്ല, കാണാനും വലിയ സൗന്ദര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ജീവാത്മാവ് വിചാരിക്കും ഞാൻ വലിയ സുന്ദരനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരു സിനിമ നടനാവുകയാണ് എന്നെല്ലാം വെച്ച് ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. ഭാവനാലോകത്തിൽ ഒരു നടനാവണം, എന്നിട്ട് അങ്ങനെ സ്വപ്നങ്ങൾ നെയ്ത് നടക്കുന്ന കാലം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയെപ്പറ്റിയും കൂടി, ശരീരത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയും കൂടിയാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്കതിലേക്ക് വരാം. 1, 2, 3 ശ്രീ നാരദനാണ് പറയുന്നത്. നല്ല ധനുർവേദം ആയുധങ്ങളെ അഭ്യസിച്ച വ്യക്തി തന്നെയാണ് പുരഞ്ജനൻ, അതായത് ആത്മാവ്. ആത്മാവിൻ്റെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഭാവനാലോകത്തിലാകുമ്പോൾ അത് സ്വന്തം ഭാവനക്കനുസരിച്ച് നടക്കുകയും ചെയ്യും. ഒരിക്കൽ 5 കുതിരകളെ പൂട്ടിയ 5 കുതിരകളെ എന്ന് പറയുമ്പോൾ നമ്മൾ നയിക്കുന്നത്, വലിച്ചു കൊണ്ടുപോകുന്നത് 5 കുതിരകളാണ്. ഏതവസ്ഥയിൽ? ശരീരം റെസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഭാവനയിലൂടെ പോവുകയാണ്. ഭാവനയിലൂടെ പോകുമ്പോഴും നമ്മൾ കാണുക കേൾക്കുക എല്ലാം ഭാവനയിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ 5 കുതിരകൾ എന്നത് പറയുന്നത് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. പക്ഷേ കണ്ണ് മൂക്കെല്ലാം ജ്ഞാനേന്ദ്രിയമെങ്കിലും
യഥാർത്ഥത്തിൽ അത് റെസ്റ്റിലാണ്, ഭാവനയിൽ നമ്മൾ കണ്ടുകൊണ്ടു പോവുകയാണ്, ഭാവനാലോകത്തിലാണ്. അപ്പോൾ അവിടെയും കാണുകയും കേൾക്കുകയെല്ലാം തന്നെയാണ് ചെയ്യുന്നത് കൊണ്ട് ആ 5 കുതിരകളെ കൂട്ടിയ രഥത്തിലാണ് ഒരു ലോകത്തിലെ അതിലാണ് പോകുന്നത്, വലിച്ചു കൊണ്ടുപോകുന്നത്. എന്തുണ്ട്? 2 തണ്ടുകളുണ്ട്. 2 തണ്ടുകൾ എന്ന് പറഞ്ഞാൽ അഹന്തയും മമതയും. ഒന്ന് നമ്മളുടെ അഹന്ത, അപ്പോഴും നമുക്ക് അഹന്തയുണ്ട്, ആ സമയത്ത് മമതയുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളാണ് കുതിരകളെ തെളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ രഥത്തിൽ പോകുമ്പോൾ അതിന് 2 ചക്രം വേണമല്ലോ. അപ്പൊ 2 ചക്രങ്ങളും ഉണ്ട്. ആ ചക്രങ്ങൾ ഏതിലൂട്ടിയാണ് പോകുന്ന വഴി ചക്രങ്ങളാണല്ലോ നയിച്ചു കൊണ്ടുപോകുന്നത്. നല്ല വഴിയിലൂട്ടിയും നയിക്കും, പാപ വഴിയിലൂട്ടിയും നയിക്കും. അപ്പം പാപവും പുണ്യമെന്ന 2 വഴിയിലൂട്ടിയാണ് നമ്മൾ ആ സമയത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, പാപവും പുണ്യവും. ആ ചക്രം ഒരു അച്ചത്തണ്ടിലാണല്ലോ കറങ്ങുക. യഥാർത്ഥത്തിൽ അതൊരു മായാലോകത്തിലൂടെയാണ് അതും സഞ്ചരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് മായാലോകമാണ്. പക്ഷേ ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ഭാവനാലോകത്തിൽ ജീവിക്കുന്ന സമയത്തിൽ. അപ്പോൾ ആ ചക്രം പാപപുണ്യങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്. അതിലും പാപമുണ്ട്, പുണ്യമുണ്ട്. പക്ഷെ പോകുന്ന ഏതിലൂട്ടിയാണ്? പാപചക്രമാണെങ്കിൽ നമ്മൾ ഭയങ്കര കഷ്ടപ്പാടിലൂടെ വലിച്ചു കൊണ്ടുപോകും. നമ്മൾ പേടിപ്പിക്കുന്ന സ്വപ്നമെല്ലാമാണ് കാണുക. അല്ലെങ്കിൽ നമ്മളെ ചിന്താഗതി ഭയത്തോടു കൂടിയുള്ള ഒരു ലോകത്തിലൂടെയായിരിക്കും നമ്മൾ പോവുക. പുണ്യമാണെങ്കിൽ നമ്മളെന്തോ ഭാവനയിൽ നല്ലൊരു സിനിമ നടനെല്ലായിട്ട് അങ്ങനെ ചിന്തിച്ച് ഇരിക്കുകയായിരിക്കും. ഇപ്പം അവിടെയും പാപപുണ്യമുണ്ട്. അതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് ആ മായാലോകം തന്നെയാണ്. മായാലോകത്തിലാണ് അത് വലിച്ച് കൊണ്ടുപോകുന്നത്. 3 കൊടികളുമുണ്ട്. 3 കൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കർമ്മത്തിന് അത് മനസ്സ് പ്രവർത്തിക്കുന്നതാണെങ്കിൽ എന്തായാലും അതിലും 3 ഗുണങ്ങളുണ്ട്. സത്വ, രജോ, തമോ ഗുണം. ഏതൊരു കർമ്മത്തിനും ഒന്നിക്ക് സത്വഗുണമായിരിക്കും, ഒരേ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ഭാവനയിൽ അങ്ങനെ പറന്നു പോവുക, അത് രജോ ഗുണം. അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ടേക്ക് വലിക്കുക, പേടിച്ച് വേഗം പിന്നോട്ടേക്ക് വലിക്കുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ആ കർമ്മത്തിലും 3 കൊടികളുണ്ട്, സത്വരജോ തമോ ഗുണങ്ങളുണ്ട്. അത് തന്നെ 5 കെട്ടുകളുള്ള കയറ് കൊണ്ടാണ് അതിന് വലിച്ചിരിക്കുന്നത്. കയറ് എന്ന് പറയുന്ന 5 കെട്ടുള്ള കയറ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രാണങ്ങളാണ്. അപ്പോഴും നമ്മളെ പ്രാണൻ നമ്മുടെ ശരീരത്തിലേക്ക് നാഡീഞരമ്പുകളിലൂടെ പ്രാണൻ ചലിക്കുന്നത് കൊണ്ടാണ് ഈ ഭാവനാലോകത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. അല്ലാതെ മരിച്ച ഒരാൾക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. സ്വപ്നം കാണണ്ടെങ്കിലും 5 കെട്ടുകളുള്ള കയറുകൾ, അതായത് 5 പ്രാണങ്ങളാണ് നമ്മളെ വലിച്ചുകൊണ്ട്. നമ്മളെ പ്രാണനെപ്പോഴും ശ്വാസഗതി നാഡികളിലൂടെയുള്ള ശ്വാസം ആ സമയത്ത് സഞ്ചരിക്കുന്നുണ്ട്. അതാണ് വലിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഇരിപ്പിടം മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഭാര്യനെയും കൂട്ടിയിട്ടൊന്നും പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഭാര്യയൊന്നും കൂട്ടിപ്പോരാ. അപ്പോൾ അദ്ദേഹത്തിന് പോകുമ്പോൾ അദ്ദേഹം ഒറ്റക്കാണ് പോകുന്നത്. അതിലും 2 നുകക്കുറ്റികളുണ്ട്. കുറ്റിക്കനുസരിച്ചാണല്ലോ ചുറ്റികലും ചെയ്യുന്നത്. നുകം കെട്ടിക്കുന്ന ചുറ്റിയുണ്ടല്ലോ, അതിനനുസരിച്ചാണല്ലോ. അത് മോഹവും മോഹഭംഗവും കൂടിയിട്ടാണ്. അവിടെ എല്ലാത്തിലും എന്തുണ്ട്? മോഹമുണ്ട്, മോഹഭംഗങ്ങളും എല്ലാം അവിടെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പല ആഗ്രഹത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്നു, നടക്കുന്നതായിട്ടും നടക്കാത്തതായിട്ടും എല്ലാം നമ്മൾ കാണും. 5 വിധ ആയുധങ്ങളും ആ സമയത്തുണ്ട്. നമ്മൾ ഭാവനാലോകത്തിലായിരിക്കുമ്പോൾ ശബ്ദ കോലാഹലങ്ങളെല്ലാം ശബ്ദങ്ങളെല്ലാം അതുവരെല്ലാം നമുക്കുണ്ട്. 7 ആവരണങ്ങളുണ്ട്. 7 ധാതുക്കളിലൂടെയാണ് ഇതെല്ലാം നമ്മളെ ധാതുക്കളിലൂടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള ധാതുക്കൾ, 7 ധാതുക്കളുടെ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടാണ് നമ്മളെ ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ആ അവസരത്തിൽ ഈ ധാതുക്കളും എല്ലാം ആക്റ്റീവായിട്ട് ഉണ്ട്. 5 വിധ ഗതിവേഗതകളോടുകൂടി
5 വിധ കർമ്മങ്ങളാണ് നമ്മൾ സ്വപ്നത്തിലും ഭാവനയിലും കാണുന്നത്. ഒന്നിക്ക് കൈ കാലുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള കർമ്മം. നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്താണ്? നമ്മൾ സ്വപ്നത്തിലും അവനെ അടിക്കുന്നു, ഇടിക്കുന്നു, അല്ലെങ്കിൽ അഭിനയിക്കുന്നു. ഇതെല്ലാം ഭാവനയിലും നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ ശരീരം റെസ്റ്റാണ്. ശരീരം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, ഭാര്യയാണ്. ജീവാത്മാവാണ് ഭാവനയിലും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഭാവനയിൽ കാട് കയറി പോവുക എന്ന് പറയുന്നില്ല. നമ്മൾ ചില സമയത്തെല്ലാം ഇങ്ങനെ ഭാവനാലോകത്ത് ജീവിക്കും. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇത് 11ാമത്തെ സേനാനായകനോടുകൂടി, അത് മനസ്സാണ്. മനസ്സ് തന്നെയാണ് നമ്മളെ മുന്നോട്ടേക്ക് ഈ സ്വപ്നലോകത്തിലേക്ക് നയിക്കുന്നത്. പഞ്ചപ്രസ്ഥം എന്ന ലോകത്തിലേക്ക്, അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന വിചാരങ്ങളെല്ലാം ഉള്ള ഒരു ലോകത്തിലൂടെയാണ് അവൻ ഭാവനാലോകത്തിൽ സഞ്ചരിക്കുന്നത്. അങ്ങനെ വനത്തിലേക്ക് അദ്ദേഹം പോയി, നായാട്ടിനായിട്ട് പോയി. ഇത് ഭാവനയിൽ പോയതാണ്. മനുഷ്യർ അധിക സമയം ഭാവനാലോകത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് അതാകണം, ഇതാകണം, എന്നിട്ട് ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, വെറുതെ ചുമ്മാ ഇരുന്നിരിക്കും. നമ്മളെ ശരീരം ചിലപ്പോൾ സിനിമ നടനാകാനുള്ള ആഗ്രഹമായിരിക്കും, പക്ഷേ ശരീരമൊന്നും അതിന് പറ്റിയതൊന്നും ആയിരിക്കില്ല. ഇങ്ങനെ പലരും അങ്ങനെ ഭാവനാലോകത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുരഞ്ജനന് ഇങ്ങനെ ചിലപ്പോൾ സഞ്ചരിക്കും. 4 പത്നിയെ വേർതിരിഞ്ഞാണ് പോകുന്നത്. അപ്പൊ ഈ ശരീരത്തെ ഇവിടെ വെച്ചിട്ട് ചുമ്മാ ഇരുത്തിയിട്ട്, നേരത്തെ പറഞ്ഞത് ശരീരം ആക്റ്റീവായിരിക്കുമ്പോൾ, അപ്പോൾ ആ ശരീരം എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പുരഞ്ജനം നിന്ന് കൊടുക്കും. തിന്നണ്ടിക്ക് തിന്ന്, കുടിക്കണ്ടി കുടിക്കും, ഓടണ്ടിക്ക് ഓടും. ഈ അവസരത്തിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഭാര്യനെ കൂട്ടിയിട്ടില്ല, ഈ ശരീരത്തെ കൂട്ടിയിട്ടില്ല, പത്നീനെ കൂട്ടിയിട്ടല്ല പോകുന്നു. ഒറ്റക്കങ്ങ് മനസ്സ് കയറി അങ്ങ് യാത്ര ചെയ്യുകയാണ്. മൃഗങ്ങളെ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ നായാട്ടിന് പോകുന്ന മാതിരി ചിത്രീകരിച്ചുകൊണ്ട് പല ആഗ്രഹങ്ങളും ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ തന്നെയാണ് പോകുന്നത്. നായാട്ടായിട്ട് ചിത്രീകരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അസുരന്മാർക്ക് ചേർന്ന തമോ ഗുണവൃത്തിയോടുകൂടി, അസുരന്മാരുടെ സ്വഭാവമാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നവരാണ്. നമ്മളെ സൗഭാഗ്യത്തിന് വേണ്ടി പുതിയ പുതിയ ലോകങ്ങളിലേക്ക്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക്, നല്ലൊരു ലോകത്തിലേക്ക് നയിക്കുന്നത് ദേവന്മാരാണെങ്കിൽ, അതിനെ പിന്നോട്ടേക്ക് അടുപ്പിക്കുന്നതാണ് അസുരന്മാർ. മറ്റേത് രജോ ഗുണമാണെങ്കിൽ ഇത് തമോ ഗുണമാണ്. അപ്പം രജോ ഗുണന്മാരുടെ അസുരന്മാർക്ക് ചേർന്ന തമോ ഗുണവൃത്തി അവലംബിച്ചിട്ടാണ് ഇരുന്ന് സ്വപ്നം കാണുന്നതെല്ലാം മടിയന്മാരുടെ സ്വഭാവമാണ്. അസുരന്മാരുടെ ഭാവനയിൽ ഇരുന്നു കൊണ്ട് ഞാൻ മറ്റേതാവും ഇതാവും എന്നെല്ലാം ചിന്തിക്കുന്നത് ആരുടെ സ്വഭാവമാണ്? രജോ ഗുണമല്ല, തമോ ഗുണമാണ്. കിടന്നുറങ്ങുക അലസന്മാരായിട്ട്, തമോ ഗുണം എന്ന് പറഞ്ഞാൽ അലസന്മാരാണ്, അത് അസുര സ്വഭാവമാണ്. അപ്പം ഈ വെറുതെ ചുമ്മാ ഇരുന്ന് സ്വപ്നം ദിവാ സ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥയിൽ ആസുര സ്വഭാവമാണ്. തമോ ഗുണമോ ഒരു ഗുണമില്ല, വെറുതെ ഇരുന്ന് സമയം കളയുക. കഠിനചിത്തനായ, അപ്പോൾ മനസ്സെല്ലാം കഠിന അസുരന്മാരുടെ സ്വഭാവമായിരിക്കും. കാരുണ്യശൂന്യനെ, അന്നേരം കാരുണ്യമൊന്നും ഉണ്ടാവില്ല. മൂർച്ചയുള്ള മൃഗങ്ങളെ കൊണ്ടെല്ലാം മൃഗങ്ങളെ കൊന്നൊടുക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യാൻ? ആരെയും പേടിക്കണ്ടല്ലോ. നമ്മളെ ശത്രുക്കളെയെല്ലാം വേണമെങ്കിൽ ഭാവനാലോകത്തിന് അവനെ കൊണ്ടുപോയിട്ട് അവനെ നെഞ്ചത്ത് ഇടിച്ചു കൊടുക്കണം. കാരണം നേരിട്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പേടിയാണ്. പിന്നെ ഭാവനയിൽ ഇരുന്നിട്ട് അവൻ വരുന്നുണ്ട് ഇടിക്കുന്ന മാതിരിയെല്ലാം വേണമെങ്കിൽ സ്വപ്നത്തിലും കാണാം, ഭാവനാലോകത്തിലെല്ലാം ഇങ്ങനെ പലതും സങ്കല്പിച്ചിരിക്കുക. അവൻ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അത് ഇത് നേരിട്ട് വരുമ്പോൾ പറ്റില്ല. അപ്പം അതെല്ലാം ആസുര സ്വഭാവമാണ്, തമോ ഗുണമാണ്. എന്നിട്ട് 6 മാംസഭക്ഷണത്തിൽ ആസക്തനായ രാജാവ്. അപ്പം അയാൾ ആ സമയത്ത് ഈ പുരഞ്ജനൻ മാംസഭക്ഷണത്തിൽ നായാട്ടിന് പോവുകയല്ലേ, നല്ലോണം ഭക്ഷണമെല്ലാം മൃഗങ്ങളെല്ലാം കൊന്നിട്ടമാരി തിന്നണം എന്നെല്ലാമുള്ള ചിന്തയായിട്ടാണ് അവൻ ഭാവനാലോകത്തെ വിലാസിക്കുന്നത്. ശാസ്ത്രത്തിനനുസരിച്ച് ശ്രാദ്ധാദി പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ സ്വപ്നം കണ്ടു പോവുകയാണ്. പക്ഷേ ഒരു നിയമമുണ്ട്,
കാട്ടിൽ ചെന്നാൽ ആവശ്യത്തിന് മാത്രമേ മൃഗങ്ങളെ കൊല്ലാവൂ എന്നൊരു നിയമം ഉണ്ട്. നമ്മൾ നായാട്ടിന് പോയാൽ നമ്മൾ ആവശ്യത്തിന് വേണമെങ്കിൽ കൊന്നു തിന്നാം. നായാട്ടിന് പോയാൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പോകണം. അതൊരു നിയമമാണ്. അല്ലാതെ വെറുതെ കൊന്നിട്ടിരിക്കരുത്. ഒരു മൃഗവും ആവശ്യത്തിന് മൃഗങ്ങളെ കൊന്നിട്ട് തിന്നുകയേ ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ മറ്റേ സിംഹം പോലെ ഒന്നും ആടോ എന്തെങ്കിലും ജീവികൾ അടുത്തുവിട്ട പോയാലും പിടിച്ചു തിന്നില്ല. കാരണം അനാവശ്യമായി കൊല്ലില്ല. ആവശ്യമുണ്ടെങ്കിലേ തിന്നുള്ളൂ. അത് പ്രകൃതി നിയമമാണ്. കാരണം അത് തിന്നാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ആവശ്യത്തിനേ ചെയ്യാൻ പറ്റില്ല. രാജാവ് നായാട്ടിന് പോകുമ്പോൾ കൊള്ളാം, ആവശ്യത്തിന് മാത്രം. പക്ഷെ ഇത് നമ്മുടെ ഭാവനാലോകത്തിൽ പോകുമ്പോൾ ഇതൊന്നുമില്ലേ. എല്ലാ അതിക്രമങ്ങളും പലതും കാണിക്കും. ഇത് 7 പറയുന്നു, വിവേകിയായ മനുഷ്യൻ ശാസ്ത്ര നിയമാനുസരണം കർമ്മത്തെ ആചരിക്കുന്നുവെങ്കിൽ ആ കർമ്മത്താലുള്ള പാപം അവനെ ബാധിക്കില്ല. അപ്പം വിവേകമുള്ള അവസരത്തിൽ ബുദ്ധിമാനായ മനുഷ്യര് എന്തെങ്കിലും ഇങ്ങനെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ, നായാട്ട് നടത്തി ഭക്ഷണം അതിനെ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ പാപം അവനെ ബാധിക്കില്ല. ഉദാഹരണമായിട്ട് ഒരു പാമ്പ് തവളനെ പിടിച്ച് തിന്നുന്നുണ്ടെങ്കിൽ അത് പാപമൊന്നുമില്ല. പിന്നെ പാമ്പിന് ജീവിക്കണ്ടേ, ഇതിനു വേണ്ടി തന്നെയാണ് തവളനെ വെച്ചിരിക്കുന്നത്. വെറുതെ കടിച്ചു കൊന്നിട്ടാലോ അത് പാപമാണ്. അതുവരെ മനുഷ്യനും നായാട്ടിന് പോയിട്ട് മൃഗങ്ങളെ വേട്ടയാട്ടി കൊല്ലി തിന്നുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതിന് പാപമൊന്നുമില്ല. പക്ഷേ മറിച്ച് തോന്നിയതുപോലെ കർത്തവ്യം, അഭിമാനം, ഞാൻ രാജാവാണ്, ഞാൻ അഭിമാനമെല്ലാം വെച്ചുകൊണ്ട് ഇവൻ അഭിമാനമെല്ലാമായിട്ടാണ് സ്വപ്നത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. മൃഗങ്ങളെയെല്ലാം വേട്ടയാടി ഞാൻ രാജാവാണ്, എല്ലാത്തിനെയും കൊന്ന് തള്ളി കിട്ടുന്ന അത്ര തള്ളി തിന്ന് ആചരിക്കുന്ന എന്നിട്ട് കർമ്മബന്ധത്തിൽ അകപ്പെട്ട് സംസാര ചക്രത്തിൽ വിവേകബുദ്ധി നശിച്ചവനായി അധോഗതി പ്രാപിക്കും എന്ന് പറയുകയാണ്. എന്നാൽ എല്ലാ മനുഷ്യര് അഹങ്കാരമൂത്ത് വെറുതെ രാജാവാണ്, ഒരു നായാട്ടത്തിന്, ഒരു രസത്തിന് നായാട്ടിന് പോയി കളയാമെന്നെല്ലാം വെച്ച് കണ്ട മൃഗങ്ങളെല്ലാം ഞാൻ വലിയ ധീരനാണ് എന്ന് കാണുന്നതിനെ കാണിക്കാൻ വേണ്ടി മൃഗങ്ങളെല്ലാം കൊന്നിടുകയാണെങ്കിൽ അവന് അധോഗതിയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ രാജാവും ആ ഭാവനാലോകത്ത് പോയിട്ട് എന്താ ചെയ്യുന്നത്? ഇതെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് 9 ആ വനത്തിലെ അനേകം തൂവലുകൾ കെട്ടിയുണ്ടാക്കിയ ശകരത്താൽ പിളർത്തപ്പെട്ട ശരീരത്തോടുകൂടി പ്രാണവേദന കൊള്ളുന്ന ജന്തുക്കളുടെ ആ ഭാവനയിൽ ഇങ്ങനെ എല്ലാത്തിനെയും കൊന്നു തള്ളുന്നതായിട്ട് കാണുകയാണ്. അത് കരുണാശീലരായവർക്ക് കണ്ടു നിൽക്കുവാൻ പ്രയാസമാണ് എന്ന് പറയുകയാണ്. അത് പൊറുക്കാൻ പറ്റാത്ത ഒരു മഹാപാപം തന്നെയായിട്ട് കാണുന്നു. എന്നിട്ട് അങ്ങനെ കാട്ടിലെ മുയല്, പന്നി, പോത്ത്, മാന് എന്നീ പലവിധം ജീവജാലങ്ങളെ അവൻ കൊന്നു തള്ളി. എൻ്റെ 11 പറയുകയാണ്, അനന്തരം വിശപ്പും ദാഹമെല്ലാം വന്നപ്പോൾ, അങ്ങനെ അങ്ങ് ഏതോ ലോകത്തിൽ വിലസിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹം തോന്നിയിട്ട് തളർന്ന് കാട്ടിൽ നിന്നും മടങ്ങി. പിന്നെ സ്വന്തം ഇതിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് കുളിയും ഭക്ഷണമെല്ലാം കഴിച്ച് തൻ്റെ രാജാവിൻ്റെ കിടക്കയിൽ പോയി കിടന്നു. അപ്പം ഇതുവരെ അയാൾ പോയത് നമ്മൾ ഒന്നോർക്കണം, പുരഞ്ജനൻ ആത്മാവാണ്, ഭാര്യ എന്നത് ശരീരമാണ്. അപ്പോൾ ശരീരത്തെ വിട്ടിട്ട് ആത്മാവ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തിൻ്റെ കൂടെയല്ല സഞ്ചരിക്കുക. ഇത് ഭാവനയിൽ കണ്ട ഒരു കാര്യമാണ് കഥ രൂപത്തിൽ അവതരിപ്പിക്കുന്നതേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാനസികപരമായിട്ട് നമ്മുടെ ജീവിതത്തിലും ഭാര്യ നമ്മുടെ അർദ്ധനാരീശ്വരൻ തന്നെയാണെങ്കിലും, അർദ്ധനാരീശ്വരൻ പകുതി പുരുഷനും ആണെങ്കിലും, പുരുഷൻ്റെ കാര്യം സ്ത്രീൻ്റെ കാര്യം എല്ലാം നോക്കിയിട്ട് തന്നെയാണ് പലപ്പോഴും നടക്കുന്നത്. വേർപെട്ടിട്ട് ഈ സംഭവങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഭാര്യനെ വീട്ടിലാക്കിയിട്ട് ഭർത്താക്കന്മാർ ചുറ്റി അടക്കും,
തിരിച്ചു വരുമ്പോൾ ഇവിടെ കലഹമായിരിക്കും കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ. അത് നമ്മുടെ ജീവാത്മാവും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കഥ രൂപത്തിൽ പറയുന്നത് കവികൾ ഭാവനയിലൂടെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ നമ്മുടെ ജീവാത്മാവും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധത്തിൽ, അതുകൊണ്ടാണ് ശരീരം ഭാര്യ കുടിക്കുമ്പോൾ ജീവാത്മാവും കുടിക്കും, ഭാര്യ കരയുമ്പോൾ, അതെല്ലാം ഭാവനയിലൂടെ രണ്ടായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെയും ചില സമയത്ത് നമ്മളെ ശരീരത്തെ തളർത്തിയിട്ടിട്ട് മനസ്സങ്ങ് ഭാവനാലോകത്തിൽ സഞ്ചരിക്കും. ഭാര്യനെ വിട്ട് പോകുമ്പോൾ പിന്നെ എന്തുണ്ടാവും? പിണക്കം ഉണ്ടാവും. ആ പിണക്കത്തെ പറ്റിയാണ് ഇവിടെ കവിഭാവനയിൽ പറയാൻ പോകുന്നത്. ഇനി 12 പറയുകയാണ്, സുഗന്ധപുക, കുറിക്കൂട്ട്, പൂമാല എന്നിവയാൽ തൻ്റെ ശരീരത്തെ, പിന്നെ ശരീരമെല്ലാം ഒന്ന് അങ്ങനെ കിടക്കുകയായിരുന്നല്ലോ, ശരീരമെല്ലാം ഒന്ന് മോടി പിടിപ്പിച്ചിട്ട് അതിൻ്റെ ശേഷം റാണിയിൽ മനസ്സ് ചിന്തിച്ചു. റാണി വരാൻ വേണ്ടിയിട്ട്. റാണി എന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെയാണ്. അപ്പോഴേ ഈ ശരീരത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നുള്ളൂ. അവൻ തയ്യാറായി, അത് മാനസികമായി അവൻ തയ്യാറായിട്ട് പിന്നെ സ്വന്തം നമ്മൾ ബോധത്തിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഭാവനാലോകത്തിൽ നോക്കുമ്പോൾ ഈ ശരീരത്തെപ്പറ്റി ഒരു ചിന്തയും ഉണ്ടാവില്ല, നീ ഏത് ലോകത്താന്ന് ചോദിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ ശരീരത്തെ പറ്റിയെല്ലാം പിന്നെ ചിന്തിക്കുന്നത്. ഇനി 13 പറയാണ്, ഭോജനത്തിലെല്ലാം സംതൃപ്തി, നല്ലോണം തിന്ന് സുഗന്ധത്തിൽ ആനന്ദമെല്ലാം നല്ല നശയില് മതോന്മത്തനായിട്ട് മന്മഥനാൽ ആകർഷിക്കപ്പെട്ടവനായും അവനപ്പോഴും പിന്നെയാണ് തൻ്റെ ശരീരത്തോട് സ്നേഹം വരുന്നത്. ബോധം വരുമ്പോഴാണ് ശരീരത്തോട് സ്നേഹം വരുന്നത്. ശരീരത്തോട് സ്നേഹം വരുക എന്ന് പറയുമ്പോൾ കഥയിൽ പറയുമ്പോൾ എന്ത് വേണം? ഭാര്യയെ പറ്റി ഓർക്കുന്നു. അപ്പോഴാണ് അവൻ സുന്ദരിയും ഗ്രഹവൃത്തിയിലേർപ്പെട്ടിരുന്ന സഹധർമ്മിണിയായ ആ നായികയെ അതായത് തൻ്റെ സഹധർമ്മിണിയായിട്ട് തൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന, ആദരിക്കുന്ന ആ നായികയെ, അതായത് രാജ്ഞിയെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. അപ്പോഴും മനസ്സ് വേറെ എവിടെയോ പോയിട്ട് ഇതെല്ലാം മറന്നുകൊണ്ട്, സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ടാണ് അലഞ്ഞു തിരിഞ്ഞത്. തിരിച്ചു വന്നപ്പോഴാണ് ശരീരത്തെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് കഥയിലൂടെ പറയുമ്പോൾ എന്ത് പറഞ്ഞു? തൻ്റെ റാണിയെ കണ്ടില്ല, ഞാൻ വരുമ്പോൾ എപ്പോൾ എത്തേണ്ടതാണ്. പിന്നെ 14 ഹേ പാനീയ പ്രാചീന ബഹിർസെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇങ്ങേർക്കൊരു കഥ. ഭാര്യനെ കാണാതെയുള്ള മനപ്രയാസത്തോടു കൂടി അദ്ദേഹം ഇത് കഥയിലായിട്ട് പറയണം. കഥയിലപ്പോൾ ഇങ്ങനെയെല്ലാം കഥ യോജിപ്പിച്ച തരത്തിലെല്ലാം പറയും. അല്ലാതെ അവൻ്റെ ശരീരം തന്നെ ബോധം തരുമ്പോൾ ശരീരാടിയുണ്ട് കണ്ടില്ല എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അപ്പം കഥയിലാവുമ്പോൾ ഭാര്യനൊക്കെ മറന്നുകൊണ്ടാണല്ലോ പോയത്, ഒറ്റക്കാണല്ലോ പോയത്. അതുകൊണ്ട് ഭാര്യ ദേഷ്യം പിടിക്കുന്ന മാതിരി ചിത്രീകരിക്കാനാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് മനപ്രയാസത്തോടു കൂടി ഭാര്യനെ കണ്ടാതുള്ള വിഷമം കൊണ്ട് അവിടെയുള്ള കൂട്ടുകാരികളായ സുന്ദരിമാരോട് ചോദിച്ച്, നിങ്ങൾക്കും എല്ലാവർക്കും വളരെ സൗഖ്യം തന്നെയല്ലേ? ഇവിടെ നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണം എല്ലാം സമൃദ്ധമായിട്ട് എല്ലാ സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്ത് കുറവുണ്ടായത് കൊണ്ടാണോ? ഒന്നുമില്ല, രാജാവിൻ്റെ അല്ലേ, എല്ലാ സൗഭാഗ്യങ്ങളും ശരീരത്തിന് വേണ്ടിയെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സ് പോവുകയാണെങ്കിലും ഈ മനസ്സ് പോകുന്നതിനെക്കാട്ടി മുമ്പിൽ നിലപ്പം തിന്ന് കുടിച്ചിട്ടായിരിക്കും നല്ലോണം സുഭിക്ഷമായിട്ട് വെട്ടുഒഴുങ്ങിയതിൻ്റെ ശേഷമായിരിക്കും ഈ ഭാവനാലോകത്തിൽ സഞ്ചരിക്കുക. അപ്പോൾ ശരീരത്തിന് വേണ്ട, അതായത് ഭാര്യയ്ക്ക് വേണ്ടിയെല്ലാം ഇഷ്ടമായി കൊടുത്തിട്ട് തന്നെയാണ് ഇവ ഒറ്റക്ക് പോകുന്നത്. ഇതെല്ലാം കവിഭാവനയിൽ കണ്ടുകൊള്ളണം. അപ്പോഴേ അതിൻ്റെ ആ എഴുതിയവരുടെ ആ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ കുറച്ച് തെറ്റുകൾ അവിടെ ഇവിടെയെല്ലാം വരും, കഥയിൽ ചോദ്യമില്ല. ഇനി 15 അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പം 15 പറയാണ്, ഗൃഹത്തിൽ അമ്മയോ ഭർത്താവിനെ ദൈവമായി കരുതുന്ന ഭാര്യയോ ഇല്ലാത്ത വന്നാൽ, അപ്പം വീട്ടില് അമ്മയും ഭർത്താവിനെ ദൈവമായി കാണുന്ന ഭാര്യയും ഇല്ലാതെ വന്നാൽ ഏതൊരാളാണ് മേൽക്കൂരയില്ലാത്ത രഥത്തിൽ ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കുക.
കാരണം അവരിലേക്ക് പിന്നെ അതൊരു സുഖമുള്ള പരിപാടിയല്ല. അമ്മയും ഇല്ല, ദൈവത്തെ പോലെ കാണുന്ന ഭാര്യയും ഇല്ലെങ്കിൽ മേൽക്കോരയില്ലാതെ ഒരു രഥത്തിലിരിക്കുന്നതിന് സമാനമാണ്. അതൊരു സുഖമായ ഇരിപ്പ് ആയിരിക്കില്ല. ഇതിൽ പറയുകയാണ് 16 ഏതൊരുവൾ ദുഃഖ സമുദ്രത്തിൽ അകപ്പെടുമ്പോൾ, എനിക്കെന്തെങ്കിലും ദുഃഖങ്ങൾ, കഷ്ടപ്പാടെല്ലാം, വിഷമത്തിന്, മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോൾ അവൾ വന്നിട്ട് എന്ത് ചെയ്യും? എന്നെ സമുദ്ധരിക്കും, ആശ്വാസം നൽകിക്കൊണ്ട്. എന്തെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ഭാര്യ വന്നിട്ട് അതിലൊന്നും പേർക്കണ്ട, ശരിയാണെന്നെല്ലാം പറഞ്ഞ് സമാധാനിച്ചിട്ട് സമുദ്ധരിക്കുന്ന, എൻ്റെ പ്രയാസങ്ങളെയെല്ലാം നീക്കി, അപ്പോൾ ഓടി വന്ന് പ്രയാസങ്ങളെല്ലാം നീക്കിത്തരുന്ന അവൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ അന്തപുര സ്ത്രീകൾ പറയുകയാണ് 17 അങ്ങയുടെ രാജ്ഞി എന്താണ് ചിന്തിക്കുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ. നമുക്കറിഞ്ഞൂടാ അവൻ എന്ത് ചിന്തിച്ചിട്ടാണ് ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. വിരിപ്പ് പോലുമില്ലാതെ നിലത്ത് കിടക്കുന്ന അവളെ കണ്ടുകൊള്ളുക. ഈ ശരീരം കണ്ടുകൊള്ളുക എന്ന് പറയുകയാണ്. അവൻ്റെ ഭാര്യ ഏതാണ്? ഇതല്ല, ഈ ശരീരം എന്താണ്? അപ്പം നമ്മളെ ഭാവനാ ലോകത്തിലേക്ക് പോകുമ്പോൾ ഈ ശരീരത്തെ പോലും മറന്നുപോകും. ചിലപ്പോൾ ഇരിപ്പില് മുണ്ടുപോലും മാറിക്കിടക്കുന്നുണ്ടാവും. നമ്മളെങ്ങനെ ഭാവനാ ലോകത്തിൽ എത്തോ സിനിമ നടനാകാനുള്ള ആഗ്രഹത്തോടു കൂടി ചിന്തിച്ചിട്ട് ഞാൻ സിനിമയിലെത്തുന്നു, അവിടെ എത്തുന്നു, ഇതോ നായകനാകുന്നു, മറ്റേ ഇന്നാളത്ത് അഭിനയിക്കുന്നു എന്നെല്ലാം ഇങ്ങനെ ഭാവനയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഉടുതുണി പോലും ഒന്നും ഉണ്ടാവില്ല, മര്യാദയ്ക്ക് ഉണ്ടാവില്ല. അപ്പം ശരീരം അങ്ങനെ കിടക്കുകയാണ്, വിരിപ്പ് പോലും ഇല്ലാത്ത നിലക്ക് കിടക്കുന്ന അവിടെ ഇതാ നോയിക്കോ എന്ന് പറയുകയാണ്. അപ്പം ഈ ശരീരത്തെ 100% വിട്ടുകൊണ്ടാണ് നമ്മൾ ഭാവനാലോകത്തിൽ അത്തരം സമയങ്ങളിൽ വിലസുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ഒരവസ്ഥയാണ് പറയുന്നത്. ജീവാത്മാവ് പക്ഷേ സ്വപ്നത്തിലും ജീവാത്മാവാണ് ആസ്വദിക്കുന്നത്, ഭാവനാലോകത്തിലും ജീവാത്മാവാണ് ആസ്വദിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലും ബോധത്തോടുകൂടി ഇരിക്കുമ്പോഴും ഈ ജീവാത്മാവ് ശരീരം എന്തെല്ലാമോ രുചിക്കുന്നു, അതിനനുസരിച്ച് അത് ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുന്നു. 18 ശ്രീ നാരദൻ പറയുകയാണ്, പുരഞ്ജനൻ നിലത്ത് ശരീരശുദ്ധിയില്ലാതെ അലസമായി കിടക്കുന്ന ശരീരം അങ്ങനെ കിടക്കുകയാണ്. റാണിയെ ചെന്ന് കണ്ട് ഏറ്റവും കൂടിയ വല്ലായ്മയെ പ്രാപിച്ചു. അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ട്. അയ്യോ, അപ്പോഴാണ് ബോധം തെളിയുന്നത്, ഈ ശരീരം ഇങ്ങനെയെല്ലാം ഇട്ടിട്ടാണല്ലോ ഞാൻ പോയത്. അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ അലസയായിട്ട് കിടക്കുകയാണ്. അപ്പം 19 അദ്ദേഹം നൊമ്പരം കൊള്ളുന്ന ഹൃദയത്തോടെ മൃദുല നല്ല പിന്നാര വാക്കുകളെല്ലാം കൂടിയിട്ട് ഭാര്യയെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അദ്ദേഹത്തിന് അവളുടെ പ്രണയകോപത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. എന്തിനാണ് ഇവൾ വിഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായില്ല. 20 അപ്പം ആദ്യം നല്ല വാക്കുകളെല്ലാം വെച്ചിട്ട് ഒന്ന് പുകഴ്ത്തിയെല്ലാം പറഞ്ഞു നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് പിന്നെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായി. 2 കാലുമെല്ലാം തൊട്ടു, പിന്നെ മടിയിലേക്ക് പിടിച്ചിരുത്തിയിട്ട് താലോലിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ആ ശരീരം തന്നെയാണല്ലോ, ആത്മാവ് ശരീരത്തിന് അധീനമായി തീരുകയാണ്. ബോധാവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ പിന്നെ ശരീരത്തിൻ്റെ അടിമയായി മാറുകയാണ്. ഇനി അവൾ പറയുന്നതനുസരിച്ചാണ് ഈ ശരീരത്തെ തളർത്തിയിട്ടിട്ട് നമ്മൾ ഭാവനാലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സ്വതന്ത്രൻ. നമുക്ക് എന്ത് വേട്ടയാടാൻ, എവിടെയും പോകാൻ, ആരും പിടിച്ചു വെക്കാനില്ല. ബോധം തെളിയുമ്പോൾ ഭാര്യയുടെ അടിമയാവുന്നത് പോലെ ഉറക്കത്തിൽ നമുക്ക് എവിടെയും പോകാമല്ലോ. പിന്നെ ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ അങ്ങനെയുണ്ടല്ലോ, അത്തരത്തിലാണ്. അതുവരെ നമ്മുടെ മനസ്സ് സ്വതന്ത്രമായിട്ട് ഈ ഭാവനാലോകത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഫ്രീഡമാണ്. പക്ഷേ ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ അടിമയാണ്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. പിന്നെ ശരീരത്തിൻ്റെ അടിമയെ 21 പറയുകയാണ്, പുരഞ്ജനൻ ഏതെങ്കിലും ഒരു വ്യക്തിയൻ അല്ലെങ്കിൽ ശിഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യജമാനൻ, അപ്പം തൻ്റെ ശിഷ്യൻ എൻ്റെ കീഴിലുള്ള ആളാണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ട്
അത് കണ്ടില്ല എന്ന് ശിക്ഷയൊന്നും കൊടുക്കാതെ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആ ശിഷ്യനോട് ചെയ്യുന്ന അനീതിയാണെന്നാണ് ഇവിടെ പറയുന്നതാണ്. ആ സേവകൻ ഭാഗ്യം കെട്ടവനാണ്. എന്തുകൊണ്ട്? ശിഷ്യൻ തെറ്റി കഴിഞ്ഞാൽ മുകളിലുള്ളവരെ ഇപ്പം മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ പിരിക്കുക എൻ്റെ മോനല്ലേ ആകും. അപ്പം അങ്ങനെ അത് ക്ഷമിക്കുന്നത് ആ മക്കളോട് ചെയ്യുന്ന ആ മക്കൾ ഭാഗ്യം കെട്ടവരാണെന്ന് പറയുകയാണ്. അവനെ തെറ്റ് തിരുത്തിയില്ലായിരുന്നെങ്കിൽ അത് ഭാവിയിൽ അവന് ദോഷമായിട്ട് തീരും. അത് അച്ഛൻ്റെ കീഴിലുള്ളതിലേക്ക് നമ്മുടെ ശിഷ്യന്മാരാണ്, എൻ്റെ അനുചരന്മാരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് രാജാവ് ശിക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് അവന് തന്നെ ദോഷമാണ്. ഇപ്പം തെറ്റുപറ്റിയാൽ ശിക്ഷിക്കണം ആരായാലും, എങ്കിൽ മാത്രമേ അവനത് ഗുണമാവുകയുള്ളൂ. ഇനി 22 അതുകൊണ്ട് സേവകന്മാരെ തെറ്റ് ചെയ്താൽ അതിലെന്തെങ്കിലും ദണ്ഡനം ചെയ്തിട്ട് അതിന് ശിക്ഷ നൽകുന്നത് അവന് ഉപകാരം തന്നെയാണ്. എന്നാൽ അജ്ഞാനിയായ ആ സേവകൻ എന്ത് വിചാരിക്കും? അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കില്ല. അപ്പം അച്ഛമ്മ മകനെ അടിച്ചു കഴിഞ്ഞാൽ മകനെ തവിയൊക്കെ അച്ഛനെ എന്നെ തീരെ സ്നേഹമില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അച്ഛനോട് പിന്നെ ദേഷ്യമായിരിക്കും. യഥാർത്ഥത്തിൽ ചെയ്തതിന് വേണ്ടിയാണ്, അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവനത് ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ അച്ഛനെ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ അവൻ അജ്ഞാനിയാണ്. അതേപോലെ തന്നെയാണ് രാജാവ് തൻ്റെ കീഴിലുള്ള ആൾക്കാരെ തൻ്റെ ആളാണെന്ന് വെച്ച് സേവകരാണെന്ന് വെച്ചുകൊണ്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കാതിരിക്കരുത്. അത് അവന് മോശമായിട്ടാണ് തീരുക. അതിന് ശേഷം പറയുകയാണ് 23 നല്ല പല്ലല്ലുള്ളത്, നിന്റെ പല്ല് നല്ല സുന്ദരമാണ്. പിന്നെ എന്തുണ്ട്? നല്ല മനക്കരുത്തുള്ളവളാണ്. ഭവതി പ്രണയഭാരത്താലും പണ്ടത്തെ പോലെ ലജ്ജയാലും കുനിഞ്ഞിരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. കുനിഞ്ഞിരിക്കുന്ന രൂപത്തിൽ മന്ദഹാസം പൊടിച്ചുകൊണ്ട്, കടാക്ഷം പൊടിച്ചുകൊണ്ട്, കുറുനിരകളെയെല്ലാം മാറ്റിക്കൊണ്ട്, ഉയർന്ന നാസികയോടുകൂടി നിന്റെ ആ നല്ല സുന്ദരമായ മുഖം എന്ത് ചെയ്യുക, ഒന്ന് ഉയർത്തിയിട്ട് എന്നെക്ക് കാട്ടിത്തരൂ എന്ന് പറയുകയാണ്. ഇപ്പോഴെങ്ങനെയിരിക്കുന്ന ശരീരം ഒരുമാതിരി അലസമായി കിടക്കുകയാണ്, അതൊന്ന് ആക്റ്റീവായിട്ട് എന്നെ കാട്ടിത്തരൂ. അതായത് ജീവാത്മാവ് അവളിലേക്ക്, പിന്നെ അവളെപ്പറ്റി, ആ ശരീരത്തെ പറ്റിയാണ് ആ ജീവാത്മാവിൻ്റെ ചിന്ത. എന്നിട്ട് 24 പറയുകയാണ്, വീരാങ്കന എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പറയുകയാണ്, ഏതെങ്കിലും ഒരാൾ ഭവതിയുടെ നേരെ അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനല്ലെങ്കിൽ, ബ്രാഹ്മണർക്ക് ഒരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട്. അവരുടെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ചിന്തകന്മാരായ ആൾക്കാർ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കെല്ലാം കാണിച്ചെന്ന് വരും. അത് നമ്മൾ നല്ല ബുദ്ധിമാന്മാർ, ഇപ്പോൾ ഐൻസ്റ്റൈൻമാരിയുള്ള തത്വചിന്തകന്മാർക്ക് ചിലപ്പോഴെല്ലാം ചെറിയ തെറ്റ് പറ്റും. പക്ഷേ അത് നമ്മൾ കാര്യത്തിലെടുക്കരുത്. കാരണം അവർ ആ ചിന്തകളിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അവരുടെ ജീവിതം തന്നെ അതിന് വേണ്ടി ചെലവിടുക. അപ്പം ചെറിയ തെറ്റുകൾ വന്നാൽ നമ്മൾ അവരെ അത് കളയണം. അതാണ് ബ്രാഹ്മണരൊഴിച്ച് ബാക്കി ആര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് നല്ല ദണ്ഡനം ഞാൻ ചെയ്യുന്നതാണ്. അതായത് എന്തുകൊണ്ടാണ് ഇവള് ദുഃഖിച്ചിരിക്കുന്നതെന്ന്, വേറെ ആരെങ്കിലും എനിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ശിക്ഷ കൊടുക്കും, ബ്രാഹ്മണനല്ലെങ്കിൽ. എന്നാൽ അങ്ങനെ ഒരുത്തൻ ഈ 3 ലോകത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവനെ ഏറ്റവും 3 ലോകം ഭരിക്കുന്ന രാജാവാണ്. പിന്നെ അങ്ങനെ ഒരാൾ ഈ ലോകത്തിൽ എവിടെയാണ്? അപ്പൊ അതൊന്നുമല്ല കാരണം. പിന്നെ ഇതിൽ കൂടെ കുറച്ച് വർണ്ണിക്കുകയാണ്. ഭവതിയുടെ മുഖം പൊട്ടു തൊടാതെ, അതായത് പൊട്ടു തൊടാതെ എപ്പോഴും ശരീരം സുന്ദരമായിട്ട് നടക്കുന്ന കക്ഷിയാണ്. അപ്പൊ ഇപ്പോഴെന്തില്ല, അലസമായിട്ട് കിടന്നിട്ടാണല്ലോ ഇവന്റെ പുരഞ്ജനൻ ഏതോ ഭാവനാലോകത്തിലേക്ക് പോയത്. അപ്പൊ ശരീരം ഇങ്ങനെ തന്നെയായിരിക്കും, അലസതയിലായിരിക്കും. അപ്പം ഭവതിയുടെ മുഖം പൊട്ടു തൊടാതെ, ചളി പിടിച്ച്, സന്തോഷമില്ലാതെ, വലിയ കോപാവസ്ഥയിൽ
തെളിമ നഷ്ടപ്പെട്ട് ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അതുപോലെ നിന്റെ ചുണ്ട് ഇങ്ങനെ കുങ്കുമപ്പൂവിനോട് സമാനമായിട്ടുള്ള താമ്പൂല ചുവപ്പ് ഉള്ള ആ ചുണ്ടുകളൊന്നും ഈ തരത്തിൽ വിളറി നിൽക്കുന്നതൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നെല്ലാം പറയുകയാണ് ഈ 25ാമത്തെ സൂക്തത്തിലൂടെ. ഇനി 26 പിന്നെ അദ്ദേഹത്തിന് ഏകദേശം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പിടികിട്ടി. അപ്പോൾ അവസാനം അത് പറയുകയാണ്, ആകയാൽ ദുശീലം കൊണ്ട് വിവശനായി, എൻ്റെ ദുശീലം കൊണ്ടാണ് ഞാനിങ്ങനെ അലസനായി ഇരുന്നിട്ട് ഭാവനാലോകത്തിലേക്ക് നായാട്ടിന്, ഭാവനാലോകം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ, കഥയിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ പുരഞ്ജന നായാട്ടിന് പോയ മാതിരിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവൻ ദുശീലം കൊണ്ട് വിവശനായി തൻ്റെ ഇഷ്ടപ്രകാരം, അതായത് ഒറ്റക്കാണ്, ആരോട് ചോദിക്കാതെ, ഭാര്യയോട് പോലും ചോദിക്കാതെ, ശരീരത്തോടു കൂടി ചോദിക്കാതെയാണ് തൻ്റെ ഇഷ്ടപ്രകാരം പോയവൻ. അപ്പം കാര്യം മനസ്സിലായി, ഒന്നും ചോദിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം പോയതാണ്. ഈ ശരീരത്തിൻ്റെ സമ്മതമൊന്നും ഇല്ലാതെ പോയിരിക്കുകയാണ്. ഈ നമ്മളെ ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ തടവറയിലാണ് കിടക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ബോധമുള്ള അവസരത്തിൽ ഈ നമ്മളെ ജീവാത്മാവ് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ഒരു അടിമ കണക്കെയാണ്, അടിമയായ ഒരു ഭർത്താവിൻ്റെ കണക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എപ്പോഴെങ്കിലും സ്വതന്ത്രമായി നടക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരത്തെ നിശ്ചലമായി വെച്ചുകൊണ്ട് ഭാവനാലോകത്തിലോ സ്വപ്നത്തിലോ സഞ്ചരിക്കുന്ന അവസരത്തിൽ മാത്രമാണ് ഈ ജീവാത്മാവിന് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ബാക്കിയുള്ള സമയമെല്ലാം ഭാര്യയാകുന്ന ഈ ശരീരത്തിൻ്റെ അടിമയാണ്. അതുകൊണ്ട് അത് സമ്മതമൊന്നും കൂട്ടാതെയാണ് ഭാവനാലോകത്തിലെങ്കും പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പിണങ്ങി കിടക്കുന്ന ശരീരം ഇങ്ങനെ. അങ്ങനെ പ്രവർത്തിച്ചനായ, ആ വിധം അപരാധം പ്രവർത്തിച്ചനായ എൻ്റെ നേർക്ക് മനം തെളിഞ്ഞാലും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സ് തെളിഞ്ഞിട്ട്, കാരണം ഞാനിങ്ങനെ അപരാധം ചെയ്തു പോയിട്ടുണ്ട്, കിട്ടെറിഞ്ഞ് പോയിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് മനസ്സ് തെളിഞ്ഞിട്ട് എൻ്റെ നേരെ ഒന്ന് മുഖം തിരിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവൻ പിന്നെ ആ ശരീരത്തിൻ്റെ കാമത്തിന്, ഭാര്യയിൽ കാമത്തിന് അടിമയായിരിക്കുകയാണ്. ബോധം വന്നപ്പോൾ ഈ ശരീരത്തിൻ്റെ അടിമയായിരിക്കുകയാണ്, ഈ കാമിനിയുടെ അടിമയായ കാന്തനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? കാമന്റെ പുഷ്പബാണമേറ്റ കാമദേവൻ അവിടുന്ന് പുഷ്പബാണം ഏൽപ്പിക്കുമ്പോഴാണല്ലോ പ്രേമം ജനിക്കുന്നത്. അതുപോലെ കാമന്റെ പുഷ്പബാണം ഈ ജീവാത്മാവിനെ ഏറ്റിരിക്കുകയാണ്. അതുകൊണ്ട് ഇവളിലെ ഈ ശരീരത്തിലെ കാമം മൂത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ കാമം മൂത്ത് പുഷ്പബാണത്താൽ വലഞ്ഞ, കാമം മൂത്തിട്ട് ഈ ശരീരത്തിലോട് വലിഞ്ഞ് ശരീരമായിട്ട് അതിൻ്റെ ചേരാനുള്ള താല്പര്യത്തോടു കൂടി വലഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷനെ കാമിനി ഒരിക്കലും അനുസരിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തിരിച്ചു വന്നു, എന്നെ നീ ഭാര്യയായിട്ട് കണ്ട്, നീ ഭാര്യയായിട്ട് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ മനസ്സ് തുറന്നുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അവൻ ആ ശരീരത്തിൻ്റെ അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബോധം തെളിഞ്ഞപ്പോൾ, നമ്മൾ സുഖനിദ്രയിലുണ്ടാകുമ്പം ഇതൊന്നുമില്ല. സ്വപ്നത്തിലും നമ്മൾ സ്വതന്ത്രനാണ്, ശരീരത്തെ വിട്ടിട്ടാണ്. പക്ഷെ ബോധമുള്ള അവസ്ഥയിൽ നമ്മൾ ഈ ശരീരമാകുന്ന ഭാര്യയുടെ, നമ്മളെന്ന് പറയുമ്പോൾ ഈ ജീവാത്മാവ് ശരീരമാകുന്ന ഭാര്യയുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയുള്ള വെറും അടിമവർക്ക് പ്രവർത്തി ചെയ്യുന്നവൻ ആണ് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്.